പെമ്മക്കളുടെ മഹത്വം നമുക്കറിയാത്തത് കൊണ്ടാ എല്ലാവരും പടച്ചവനെ അധികം പേരും പെമ്മക്കളാ ഉസ്താദേ. ആണ് വേണം ആദ്യത്തെ പ്രസവമാണാകണം, ആദ്യത്തെ പ്രസവമാണാകണം. ആൺകുഞ്ഞിനെ കൊതിക്കുന്ന മുസ്ലിമേ, മഹാനായ ഇമാം ഗസ്സാലി തങ്ങൾ പറയുകയാ, ആദ്യത്തെ പ്രസവത്തിൽ പെൺകുഞ്ഞാണോ അല്ലാഹു ആ വീട്ടുകാർക്ക് ബർക്കത്ത് ചെയ്യുമെന്ന് മഹാനായ ഇമാം ഗസ്സാലി തങ്ങൾ പറയുകയാ. എല്ലാത്തിനും ആദ്യത്തെ കുഞ്ഞാണ് വേണം, എല്ലാത്തിനും ആദ്യത്തെ പ്രസവത്തിൽ ആണ് വേണമല്ലേ. ഇമാം ഗസ്സാലി തങ്ങൾ പറയുന്നുണ്ട്, ആദ്യത്തെ പ്രസവത്തിൽ പെൺകുഞ്ഞാണെങ്കിൽ അള്ളാഹു ആ കുടുംബത്തിന് ബർക്കത്ത് ചെയ്യും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, 2 പെമ്മക്കളെ നല്ല നിലയിൽ വളർത്തിയിട്ട് വിവാഹം കഴിച്ചു കൊടുത്തു വിട്ട ആ വാപ്പയും ഉമ്മയും നാളെ സ്വർഗത്തിൽ എന്റെ കൂടെയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇത് ആരോടാ പറയുന്നത്? പെണ്ണാണെന്നറിഞ്ഞ അപ്പൊ തന്നെ കലയാൻ നോക്കുന്നവരോടാ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തരുന്നു, രണ്ടാമത്തെ വിഭാഗമാരാ. ഈ സദസ്സിലിരിക്കുന്ന ഓരോ വാപ്പയും ഉമ്മയ്ക്കും മനസ്സിന്റെ കുളിർമയുണ്ടാകുന്ന രണ്ടാമത്തെ വിഭാഗം. നല്ലതുപോലെ പഠിക്കടാ ചെറുപ്പക്കാരാ. നാളെ പ്രവാചകന്റെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ പോകണോ, അള്ളാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകാരാകണോ? മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു, വഅൻ അനസ് റളിയല്ലാഹു തആല അൻഹു, മൻ ആല ജാരിയതൈനി ഹത്താ തബ്ലുഗ ജാഅ യൗമൽ ഖിയാമ അന വഹുവ വളഉ സാബിഈ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് മുത്തുനബി തന്റെ ചാരത്തേക്ക് പിടിച്ചു നിർത്തുന്ന രണ്ടാമത്തെ വിഭാഗം ആരെന്നറിയുവോ? ഏതെങ്കിലും ഒരു വാപ്പയും ഉമ്മയും, ഏതെങ്കിലും ഒരു മാതാപിതാക്കള് 2 പെൺമക്കളെ നല്ലതുപോലെ വളർത്തി അവരെ വിവാഹം കഴിച്ചു വിട്ടാ അവര് നാളെ സ്വർഗത്തിൽ എന്റെ കൂട്ടുകാരാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, 2 പെമ്മക്കളെ നല്ല നിലയിൽ വളർത്തിയിട്ട് വിവാഹം കഴിച്ചു കൊടുത്തു വിട്ട ആ വാപ്പയും ഉമ്മയും നാളെ സ്വർഗത്തിൽ എന്റെ കൂടെയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇത് ആരോടാ പറയുന്നത്? പെണ്ണാണെന്നറിഞ്ഞ അപ്പൊ തന്നെ കലയാൻ നോക്കുന്നവരോടാ. ഇതാരാ നമ്മൾ മനസ്സിലാക്കേണ്ടത്? പെൺകുട്ടികൾ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കപ്പറ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയമുള്ളവരോട്, നാളെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂട്ടുകാരായി മുത്തുനബിയുടെ കൂടെ സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന രണ്ടാമത്തെ വിഭാഗം ആരെന്നറിയുമോ? പ്രവാചകൻ അവിടെന്ന് പറയുന്നു, 2 പെമ്മക്കളെ നല്ല നിലയിൽ വളർത്തി അവരെ വിവാഹം കഴിച്ചു വിടുന്ന മാതാപിതാക്കളോ സ്വർഗത്തിൽ എന്റെ കൂടെയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകന് പള്ളിയിലിരിക്കുകയാണ്. മുത്തുനബി അതാ പള്ളിയിലിരിക്കുമ്പോ പ്രവാചകന്റെ മുന്നിൽ സ്വഹാബത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാ ഒരു പൊന്നുമോനുണ്ടല്ലോ, അതാ മുത്തുനബിയുടെ മുന്നിലേക്ക് കടന്നു വരികയാ. പ്രവാചകന്റെ മുന്നിൽ വാപ്പ ഇരിപ്പുണ്ട്. ഒരു ചെറിയ ആൺകുട്ടിയുണ്ടല്ലോ, ഓടി വന്ന് വാപ്പാടെ ചാരത്ത് വന്നപ്പോ വാപ്പയതാ കെട്ടിപ്പിടിച്ച് കവിളിൽ ഒരു ഉമ്മ കൊടുത്തു. എന്നിട്ട് തന്റെ പൊന്നാര മകനെ പിടിച്ച് മടിയിലിരുത്തി. അല്ലാഹുവിന്റെ പ്രവാചകനൊന്നും മിണ്ടിയില്ല. മകൻ ഓടി വന്നു. വാപ്പ തന്റെ മകന്റെ കവിളിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് പിടിച്ചു മടിയിലിരുത്തി. കുറെ സമയം കഴിയുമ്പോ ആ മനുഷ്യന്റെ പൊന്നാര മകള് വാപ്പാടെ അടുക്കലേക്ക് വരികയാ. ആ മനുഷ്യന്റെ പെൺകുട്ടിയുണ്ടല്ലോ, ആ പൊന്നുമോള് ഉപ്പാന്റെ അടുക്കലേക്ക് വന്നപ്പോ ആ മനുഷ്യനതാ പൊന്നുമോളുടെ കവിളിലും ഒരു ഉമ്മ കൊടുത്തു. എന്നിട്ട് ആ കുഞ്ഞിനെ എടുത്ത് താഴെ ഇരുത്തി. അള്ളാന്റെ റസൂലാ രംഗം കാണുമ്പോ അവിടെ
അവിടെന്ന് വിളിച്ചു പറഞ്ഞു മാ അദൽതീ. അവിടെ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ആ സ്വഹാബിയോട് വിളിച്ചു പറഞ്ഞു, നീ നീതി കാണിക്ക്, നീ നീതി കാണിക്ക്. ഒന്നുകിൽ രണ്ടു മക്കളെയും താഴെ ഇരുത്ത്, അല്ലെങ്കിൽ ആ മകളെയും നീ മടിയിലേക്ക് കയറ്റി ഇരുത്തെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ പ്രവാചകന് പെമ്മക്കളോട് വല്ലാത്ത ഇഷ്ടമായിരുന്നു. അല്ലാഹുവിന്റെ റസൂലിന് പൊന്നാര മകളോട്, പെണ്ണായ ഫാത്തിമയോട് വല്ലാത്ത ഇഷ്ടമായിരുന്നു. മുത്തുനബി വീട്ടിലേക്ക് കേറി വരുമ്പോ ഫാത്തിമയുടെ നെറ്റിയിൽ ചുംബനം കൊടുക്കുമായിരുന്നു. മുത്തുനബി തന്റെ ഫാത്തിമയുടെ നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുക്കുമായിരുന്നു. ഫാത്തിമ ബീബി വീട്ടിലേക്ക് വരുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകന് എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ, അള്ളാഹുവേ, പെമ്മക്കളുടെ മഹത്വം നമുക്കറിയാത്തത് കൊണ്ടാ എല്ലാവരും പടച്ചവനെ അധികം പേരും പെമ്മക്കളാ ഉസ്താദേ. ആണ് വേണം, ആണ് വേണം, ആദ്യത്തെ പ്രസവമാണാകണം, ആദ്യത്തെ പ്രസവമാണാകണം. ആൺകുഞ്ഞിനെ കൊതിക്കുന്ന മുസ്ലിമേ, മഹാനായ ഇമാം ഗസ്സാലി തങ്ങൾ പറയുകയാ, ഇമാം ഗസ്സാലി തങ്ങൾ പറയുകയാ, ആദ്യത്തെ പ്രസവത്തിൽ പെൺകുഞ്ഞാണോ അല്ലാഹു ആ വീട്ടുകാർക്ക് ബർക്കത്ത് ചെയ്യുമെന്ന് മഹാനായ ഇമാം ഗസ്സാലി. ഇമാം ഗസ്സാലി തങ്ങൾ പറയുകയാ, എല്ലാത്തിനും ആദ്യത്തെ കുഞ്ഞാണ് വേണം, എല്ലാത്തിനും ആദ്യത്തെ പ്രസവത്തിൽ ആണ് വേണല്ലേ. ഇമാം ഗസ്സാലി തങ്ങൾ പറയുന്നുണ്ട്, ആദ്യത്തെ പ്രസവത്തിൽ പെൺകുഞ്ഞാണെങ്കിൽ അള്ളാഹു ആ കുടുംബത്തിന് ബർക്കത്ത് ചെയ്യും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. മക്കളെ, ആ മക്കളെ കെട്ടിച്ചാൽ സ്വർഗം കിട്ടുമോ? ആ മക്കളെ കെട്ടിച്ചാൽ സ്വർഗം കിട്ടുമോ? ഇല്ല. രണ്ട് പെമ്മക്കളെ. അപ്പോ എല്ലാരും വിചാരിക്കും, ഉസ്താദേ എനിക്ക് ഒന്നല്ലേ ഉള്ളൂ. എല്ലാരും വിചാരിക്കും ഇവിടെ ഒന്നല്ലേ ഉള്ളൂ. മഹാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ചരിത്രം പറഞ്ഞപ്പോ ഒരു സഹാബി ചോദിച്ചു, നബിയെ എനിക്ക് ഒന്നേ ഉള്ളൂ, കിട്ടുവോ? ആ, ചിലപ്പം കിട്ടും തന്നെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിക്ക്, എന്തേ രണ്ട് പെമ്മക്കളെ നേരെ ചുവ വളർത്തി അവരെ വിവാഹം കഴിച്ചു വിട്ടാൽ സ്വർഗം കിട്ടുമെന്ന് മുത്തുനബി പറയുമ്പോ മനസ്സിലാക്കണം, രണ്ട് പെമ്മക്കളെ ഇതുപോലെ വളർത്തി കെട്ടിച്ചു വിടണമെങ്കിൽ അതൊരു ജിഹാദ് തന്നെയാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. സത്യമല്ലേ? ഇന്നത്തെ കാലഘട്ടത്തിൽ രണ്ട് പെമ്മക്കളെ നല്ല നിലയിലങ്ങട്ട് വളർത്താ, അല്ലാഹുവേ, വാപ്പാടെ ഉമ്മാടെ നെഞ്ച് ഇങ്ങനെ അങ്ങോട്ട് പിടയ്ക്കും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു തരികയാ, രണ്ട് പെമ്മക്കളെ നല്ലതുപോലെ വളർത്തിയിട്ട് വിവാഹം കഴിച്ചു വിട്ടാൽ അവർക്ക് സ്വർഗമുണ്ടെന്ന് പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, എങ്ങനെയാണ് വളർത്തേണ്ടത്? ഒരു വാപ്പ തന്റെ പൊന്നാര മക്കള് തന്റെ പെമ്മക്കളെ എങ്ങനെയാണ് വളർത്തേണ്ടത്? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതവിടെന്ന് പറഞ്ഞു തരുമ്പോ അത്ര നിസ്സാരമായ കാര്യമല്ല. വെറുതെ ഇങ്ങനെ വളർത്തിയാ പോരാ. നിന്റെ പൊന്നാര മക്കള് മുസ്ലിം പെൺമക്കളുണ്ടല്ലോ, അവരെ വളർത്തേണ്ട രീതിയിൽ വളർത്തണം, അവരെ വളർത്തേണ്ട രീതിയിൽ വളർത്തണം. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, നിങ്ങൾ അദബ് പഠിപ്പിച്ചു കൊടുക്കണോ. ആദ്യമായിട്ടൊരു വാപ്പ അതാ തന്റെ പൊന്നാര പെൺമക്കൾക്ക് ഒരു വാപ്പയും ഉമ്മയും പറഞ്ഞു കൊടുക്കേണ്ടത് അല്ലാഹുവിനെ കുറിച്ചാണ്, നബിയെ കുറിച്ചാണ്, അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണേ. അത് പള്ളിയിലെ ഉസ്താദല്ല പറഞ്ഞു കൊടുക്കേണ്ടത്, അതാദ്യം പറഞ്ഞു കൊടുക്കേണ്ടത് വാപ്പയാണ്, അത് ഉമ്മയാണ്. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ പറഞ്ഞതെന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് തന്റെ വിടവാങ്ങലിൽ പ്രഭാഷണത്തിൽ അറഫയുടെ മൈതാനയിൽ തന്റെ ലക്ഷക്കണക്കിന് വരുന്ന സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ പ്രവാചകനെ പ്രസംഗിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, ഇത്തഖുല്ലാഹ ഫിന്നിസാ, പെണ്ണുങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ ഭയക്കണോ. നിങ്ങളുടെ ഭാര്യമാരുടെ കാര്യത്തിൽ, നിങ്ങളുടെ പെമ്മക്കളുടെ കാര്യത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ ഭയക്കണോ. നിങ്ങൾ സൂക്ഷ്മത പുലർത്തണോ. ഇല്ലെങ്കിൽ നാളെ പടച്ചറപ്പിനോട് നിങ്ങൾ മറുപടി പറയേണ്ടി വരുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരാ, ഒരു പെണ്ണ് നന്നായാൽ ലോകം നന്നാകുമടാ ചെറുപ്പക്കാരാ.
വെറുതെയല്ലത് പറഞ്ഞത്. ഒരു പെണ്ണ് നന്നായ ലോകം തന്നെ നന്നാകും. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു വൽ ബലദു തയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബി. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു ഒരു നല്ല ഉമ്മയുടെ വയറ്റിലെ നല്ല മക്കള് ജനിക്കാറുള്ളൂ. ഒരു നല്ല ഉമ്മയുടെ മടിത്തട്ടില് നല്ല മക്കള് ജനിക്കാറുള്ളൂ. ഒരു പെണ്ണ് നന്നായാൽ അവളുടെ മക്കള് നന്നാവുകയാണ്, അവളുടെ വീട് നന്നാവുകയാണ്, അവളുടെ കുടുംബം നന്നാവുകയാണ്, അവളുടെ നാട് നന്നാവുകയാണ്, ഒരു സമൂഹം നന്നാവുകയാണ്, ഈ ലോകം വരെ നന്നാകുമെന്ന് ചരിത്രം അവിടെ നിന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ഉമ്മമാരോട് നിങ്ങൾ പെൺമക്കളെ അടിച്ചുവിടല്ലോ. പെൺമക്കളുടെ കാര്യത്തിൽ നിങ്ങൾ ചെറുപ്പം മുതല് വലിയ സൂക്ഷ്മത പുലർത്തണം. പക്ഷേ ഇന്നത്തെ അവസ്ഥകൾ പറയാറില്ലല്ലോ, ഇന്നത്തെ മക്കളുടെ അവസ്ഥകൾ പറയാറില്ല. നമ്മുടെ സഹോദരിമാര്, നമ്മുടെ പെൺമക്കള് അവര് ധരിക്കുന്ന വസ്ത്രങ്ങളുണ്ടല്ലോ, അവരുടെ നടത്തവും അവരുടെ പ്രവർത്തനവും അവരുടെ സ്വഭാവം പടച്ചവനെ അത്ഭുതം തോന്നുന്ന രീതിയിലാണ്. എന്റെ പ്രിയമുള്ളവരെ ഔറത്ത് പോലും മറക്കാതെ നടക്കുകയാ. അതാ മുടി ഇങ്ങനെ അടിച്ചിട്ട് കൊണ്ട് നടക്കുന്നു. ശരീരത്തിന്റെ ഭാഗങ്ങൾ പടച്ചവനെ നിനക്കറിയുമല്ലോ. ഒരു പെണ്ണിന്റെ ഔറത്തെന്താണ്, ഒരാണിന്റെ ഔറത്തെന്താണ്? എന്തേ വാപ്പാ നീ കണ്ണു തുറന്നു നോക്കാത്തതുണ്ട്? 15 വയസ്സുള്ള 10 വയസ്സുള്ള നിന്റെ പൊന്നാരമകൾ നിന്റെ കണ്ണിന്റെ മുന്നിൽ പടച്ചവനെ തലയിൽ തുണിയിടാതെ നിന്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോ നീ കാണാറില്ലോ? നിന്റെ പൊന്നാരമകളുടെ ശരീരത്തിന്റെ വളർച്ച നീ കാണാറില്ലോ? അല്ലാഹുവിന്റെ ഖുർആൻ എന്തേ പറഞ്ഞത്? അത് അലമാരിക്കകത്ത് വെക്കാറുള്ളതല്ല, അത് വെറുതെ വെക്കാറുള്ളതല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞല്ലോ സൂറത്തുൻ നൂർ. പെൺമക്കൾക്ക് നിങ്ങൾ ഖുർആൻ പഠിപ്പിക്കുക. സൂറത്തുൻ നൂർ എന്ന് പറയുന്ന ഒരു സൂറത്തുണ്ട്, അത് പെൺമക്കളെ നിങ്ങൾ പഠിപ്പിക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൻ നൂർ എന്ന് പറയുന്ന ഒരു സൂറത്ത് ഖുർആനിലുണ്ട്. പെൺമക്കളെ വാപ്പമാര് പഠിപ്പിക്കണം, അത് നിന്റെ കടമയാണ്, അത് നിന്റെ ബാധ്യതയാണ്. എന്റെ പ്രിയമുള്ള സഹോദരാ, നിന്റെ ദീൻ പഠിപ്പിച്ചത് എന്തെന്നറിയോ? അല്ലാഹുവിന്റെ ഖുർആൻ അവിടെ നിന്ന് പറയുകയാ, 3 സമയങ്ങള് ഉപ്പാന്റെയും ഉമ്മാന്റെയും ബെഡ്റൂമില് മക്കള് അനുവാദം ചോദിക്കാതെ കടക്കാൻ പാടില്ലെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ പറയുകയാ. 3 സമയങ്ങളിൽ വാപ്പാടെയും ഉമ്മാടെയും ബെഡ്റൂമിന്റെ അകത്ത് കിടക്കണമെങ്കിൽ മക്കൾ അനുവാദം ചോദിക്കണമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആൻ പറയുന്നു 3 സമയങ്ങളിൽ വാപ്പാടെയും ഉമ്മാടെയും ബെഡ്റൂമിൽ കയറണമെങ്കിൽ അനുവാദം ചോദിക്കണം. ആര് 7-10 വയസ്സിന്റെ താഴെ പ്രായമുള്ള മക്കള്. എന്റെ പ്രിയപ്പെട്ടവരെ, 15കാരനല്ല, 25കാരനല്ല, പ്രായപൂർത്തിയാകാത്ത മക്കള് 3 സമയങ്ങളിൽ ഉമ്മാടെ ബെഡ്റൂമിൽ കയറണമെങ്കിൽ അനുവാദം ചോദിക്കണം. ആരാ പറയുന്നത്? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ആ 3 സമയം എപ്പോഴാ? ആ 3 സമയം, 1 സുബഹിക്ക് മുമ്പുള്ള സമയം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 1 സുബഹിക്ക് മുമ്പ്, 2 നട്ടുച്ച സമയം, 3 രാത്രി. ഈ 3 സമയങ്ങളിൽ ബെഡ്റൂമിൽ കയറണമെങ്കിൽ അനുവാദം ചോദിക്കണം പ്രായപൂർത്തി ആകാത്ത മക്കൾ. കാരണം എന്തെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുബഹിക്ക് മുമ്പ് വാപ്പായും അമ്മായും കിടന്നുറങ്ങണ രംഗമെന്ന് സങ്കല്പിക്ക്. മുണ്ടൊരിടത്ത്, ഉടുപ്പൊരിടത്ത് ഉണ്ടാ. കിടന്നുറങ്ങുമ്പോ ആ രാവിലെയുള്ള സമയത്ത് ആദ്യം എഴുന്നേറ്റിട്ട് മുണ്ട തിരയണം. അല്ല ഇവിടെ ഉണ്ടായിരുന്നു. ഇതാ അവസ്ഥ. വാപ്പാടെ ഉമ്മാടെ രംഗം ഞാൻ പറയണില്ല. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ഭക്ഷണമെല്ലാം കഴിച്ചു കഴിയുമ്പോൾ നല്ല ചൂടാ. അള്ളാഹു എല്ലാം വാരി വലിച്ചൊരു ഏറ് പറഞ്ഞിട്ട് ഭാര്യയും ഭർത്താവും റൂമിന്റെ അകത്ത് കിടക്കാം. രാത്രി ഇശാ കഴിഞ്ഞിട്ട് ബെഡ്റൂമിന്റെ അകത്ത് കയറി ഭാര്യയും ഭർത്താവും കിടക്കാം. ഈ 3 സമയത്ത് ഒരു 5 വയസ്സുള്ള മോൻ, ഒരു 7 വയസ്സുള്ള മകള് അനുവാദമില്ലാതെ ബെഡ്റൂമിന്റെ അകത്തേക്ക് ഓടിക്കേറി വന്ന വാപ്പാടെ ഔറത്ത് കാണും മകള്, ഉമ്മാടെ ഔറത്ത് കാണും മകന്. ഒന്നും തോന്നാറില്ല. നിങ്ങൾ ചിന്തിക്ക്, ഉമ്മാടെ ശരീരം ഔറത്ത് കണ്ട ഏതെങ്കിലും മകൻ എന്തെങ്കിലും തോന്നും? ഒന്നും തോന്നാറില്ല. വാപ്പ മുണ്ടില്ലാതെ കിടക്ക, ഇത് കണ്ട ഒരു മകൾക്ക് ഒന്നും തോന്നാറില്ല. പക്ഷെ എന്നിട്ടും അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു കാണരുത്. കാരണം വാപ്പാടെ ഔറത്ത് കാണുന്ന മകള് ചിന്തിക്കും, എന്തേ അല്ലാ ഇത്?
ആ കുട്ടിയുടെ ജീവിതത്തിൽ അത് നാശത്തിലേക്ക് കൊണ്ടുപോകാൻ കാരണമുണ്ടെന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്നാ നിങ്ങൾ ആലോചിക്ക് അള്ളാന്റെ ഖുർആൻ പറഞ്ഞു പ്രായപൂർത്തിയാകാത്ത മക്കള് ഇനി പ്രായപൂർത്തിയുള്ളതിന്റെ അവസ്ഥ ആലോചിക്കുക. എടാ 12 വയസ്സുള്ള ഒരു മകള് ഇറങ്ങിയ ഒരു ചുരിദാർ ഇട്ടിട്ട് തലേ തുണി ഇടാതെ ഉമ്മാടെ മുന്നിൽ വന്ന് നിന്ന ആ വാപ്പായ്ക്ക് അറിയത്തില്ലേ, ആ ഉമ്മായിക്ക് അറിയത്തില്ലേ മകളുടെ അവസ്ഥ? എടുത്തു കൊടുക്കണ വസ്ത്രത്തെക്കുറിച്ച് ചിന്തയുണ്ടോ? അതെങ്ങനാ? ഉമ്മ നേരെ ഇടണ്ടേ? ഉമ്മ നേരെ ഇട്ടാലല്ലേ അവസ്ഥ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ ഉറക്കപ്പറാൻ വെറുതെ സ്വർഗം കിട്ടുന്നു കരുതിയാ ഉസ്താദ് എനിക്ക് 2 ഉണ്ടെങ്കിൽ ഓടാന്ന് വിചാരിച്ചോ? ഇല്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു പെണ്ണോടി വരികയാണ്. മുത്തുനബിയുടെ ചാരത്തേക്ക് കടന്നു വന്നു. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുവോ നബിയേ? എനിക്ക് അപസ്മാരത്തിന്റെ രോഗമാണ്. എപ്പോഴെവിടെ വെച്ചാ വരുന്നതെന്നറിയില്ല. വല്ലാത്ത വേദനയാണ് നബിയേ. വായിലൂടെ പത വരുമല്ലോ, കൈകാലുകളിട്ട് ഇങ്ങനെ വിറയ്ക്കുമല്ലോ. പടച്ചവനെ, അപസ്മാരം എന്ന് പറയുന്ന രോഗമാണ് ആ പെണ്ണിനുള്ളത്. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു, മാറാനൊന്ന് ദുആ ചെയ്യുമോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, പെങ്ങളെ, ഞാൻ ദുആ ചെയ്താ നിന്റെ രോഗം മാറും. ക്ഷമിച്ചാ സ്വർഗം കിട്ടും, ദുആ ചെയ്താ രോഗം മാറും. എന്തു വേണമെന്ന് ചോദിക്കുമ്പോ ആ പെണ്ണ് പറഞ്ഞു, യാ റസൂലല്ലാഹ്, സ്വർഗം കിട്ടുമെങ്കിൽ എനിക്ക് വേണ്ടി ദുആ ചെയ്യണ്ട. ഈ രോഗം വരുമ്പോൾ ക്ഷമിച്ചാൽ അല്ലാഹു എനിക്ക് പകരം സ്വർഗം തരുമെങ്കിൽ എന്റെ രോഗം മാറാ ദുആ ചെയ്യണ്ട. ആ പെണ്ണ് തിരിച്ച് നടന്നു പോവുകയാണ്. കുറച്ചങ്ങ് മുന്നോട്ട് നടന്നു കഴിഞ്ഞപ്പോ വീണ്ടും അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു വന്നു. യാ റസൂലല്ലാഹ്, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുമോ നബിയേ? എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുമോ നബിയേ? എന്റെ രോഗം മാറാനല്ല. കേക്കടാ ചെറുപ്പക്കാരാ, ഭാര്യയോട് പറഞ്ഞു കൊടുക്കൂ, പെണ്ണന്മാരോട് പറഞ്ഞു കൊടുക്കൂ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ഒരു പെണ്ണ് വന്നിട്ട് പറയുകയാ, എന്റെ രോഗം മാറാ ദുആ ചെയ്യണ്ട. അതാ എനിക്ക് ഈ രോഗം വന്നിട്ട്, അപസ്മാരമെന്ന് പറയുന്ന രോഗം വന്നിട്ട് ഞാൻ താഴെ വീഴുമ്പോ എന്റെ ഔറത്ത് വെളിവാകുന്നു നബിയേ. അന്യപുരുഷന്മാർ എന്റെ ശരീരം കാണുന്നു നബിയേ. അതുകൊണ്ട് എനിക്ക് ഈ രോഗം വന്ന് താഴെ വീഴുമ്പോ എന്റെ ഔറത്ത് വെളിവാകാതിരിക്കാ അല്ലാഹുവോട് ദുആ ചെയ്യുമോ നബിയേ? ബോധമില്ലാതെ കിടക്കുന്ന സമയത്ത് പോലും ഒരാളും തന്റെ ഔറത്ത് കാണാൻ പാടില്ല. അങ്ങനെ ദുആ ചെയ്യാ മുത്തുനബിയോട് പെണ്ണ് പറഞ്ഞെന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയമുള്ള സഹോദരാ, നമ്മുടെ പെണ്ണന്മാരുടെ അവസ്ഥ എന്തേടാ പൊന്നുമോര്? നീ ഒരു കൂടപ്പിറപ്പല്ലേ, നിനക്ക് ബാധ്യതയില്ലേ? നിന്റെ പെങ്ങളുടെ വസ്ത്രധാരണ നേരെയാക്കേണ്ട ബാധ്യത നിനക്കുണ്ടല്ലോടാ. എന്റെ പ്രിയപ്പെട്ട വാപ്പമാര്, മക്കളെ അടിച്ചേതെങ്കിലും കടയിൽ വിട്ടാ പോരാ, ഭാര്യ വെറുതെ തുണിക്കടയിൽ പറഞ്ഞു വിട്ടാ പോരാ. ആ മക്കളെയും ഭാര്യയുമായിട്ട് പോകുമ്പോ നീയും കൂടെ പോയിട്ടൊന്ന് നോക്കണ്ട്. നിന്റെ മക്കളെടുക്കുന്ന വസ്ത്രമേതാണ്, നിന്റെ മക്കളെടുക്കുന്ന വസ്ത്രമേതാണ്, അത് നിന്റെ ബാധ്യതയല്ലേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, മക്കളെ മര്യാദ പഠിപ്പിക്കൂ, നിസ്കരിക്കാൻ പഠിപ്പിക്കൂ, ഖുർആൻ ഓതാൻ പഠിപ്പിക്കൂ, സ്വലാത്ത് പറയാൻ പഠിപ്പിക്കൂ, അമ്മ ആരാണെന്ന് പറഞ്ഞു കൊടുക്കൂ, മുത്തുനബി ആരാണെന്ന് പറഞ്ഞു കൊടുക്കൂ, അല്ലാഹുവിന്റെ ദീൻ എന്താണെന്ന് നിന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കൂ, ശരീഅത്തിന്റെ നിയമങ്ങൾ നിന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കൂ. ഇത് നിന്റെ ബാധ്യതയാ. ആദ്യത്തെ ഉസ്താദ് വാപ്പയാ, ആദ്യത്തെ ഉസ്താദ് ഉമ്മയാ, പിന്നെയാണ് പള്ളിയിലെ ഉസ്താദന്മാരുള്ളത്. അല്ലാതെ എല്ലാം ഉസ്താദിന്റെ തലയിൽ കെട്ടിവെക്കാമെന്ന് കരുതണ്ട. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര്, അതാ നിന്റെ പൊന്നാര മക്കളെ നല്ലതുപോലെ വളർത്തുകയാണ്. പടച്ച
പടച്ചവനെ അവർക്ക് ദീൻ പറഞ്ഞു കൊടുത്തു, അവർക്ക് സന്മാർഗം പറഞ്ഞു കൊടുത്തു, അവരെ നല്ലതുപോലെ വളർത്തി, അവരെ ലജ്ജയുള്ളവരാക്കണം, അവരെ ലജ്ജയുള്ളവരാക്കണം. ഇന്നത്തെ പെണ്ണുങ്ങൾക്കില്ലാതെ പോയതും അത് തന്നെയാ. ലജ്ജയെന്ന് പറയുന്ന സാധനമില്ലാതെ പോയി. പണ്ടൊക്കെ പടച്ചവനെ ആണുങ്ങളുടെ മുന്നിൽ വരാ പെണ്ണുങ്ങൾക്ക് നാണമായിരുന്നു, മറയുടെ പുറകിൽ നിന്നിരുന്ന ഒരു കാലമുണ്ട്. പക്ഷേ ഇന്നതെല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ. സാലികത്തായ പെണ്ണിന് ലജ്ജ വേണം ചെറുപ്പക്കാരാ. കണ്ടവന്റെ മുന്നിൽ വന്ന് സലാം പറയുന്ന പെണ്ണുങ്ങളുണ്ട്. എന്തേ അതിന്റെ വിധിയെന്ന് നീ ഒന്ന് വായിച്ചു നോക്ക്. എല്ലാം നമുക്കറിയുമല്ലോ. ഒരു മുടിയെങ്കിലും വെളിയിൽ കാണിക്കുന്നത് പാപമാണല്ലോ. ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ ഒരു തലമുടിയതാ വെളിയിൽ കാണിച്ചാ നാളെ പരലോകത്ത് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്തെന്നറിയുമോ? അവളുടെ തലയിലേക്ക് നരകത്തിലെ ഒരു തൊട്ടു വെക്കുകയാ. ഉരുകിപ്പോകുമടി പൊന്നുപെങ്ങളെ, ഉരുകിപ്പോകുമടി പൊന്നുപെങ്ങളെ. ഇന്നെന്റെ പെങ്ങന്മാര് ഫർദയുടെ ആ കഴുത്തിന്റെ ഭാഗം മുഴുവനും വെളിയിലാണ്. അതാ തലയിലൊരു കറുത്ത ഷാള് ചുറ്റിവെക്കും, എല്ലാം പുറത്തു കാണുന്ന രീതിയില്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം രണ്ട് പെണ്ണുങ്ങളെ പറഞ്ഞുതരാം, രണ്ട് പെണ്ണുങ്ങളെ പറഞ്ഞു തരാം. അങ്ങനെ ആകണം നമ്മുടെ പെമ്മക്കള്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ഒരാളെ ഒറ്റയടിക്ക് കൊന്നു. കഥ അറിയാലോ. ഒരാളെ ഒറ്റയടിക്ക് കൊന്നു. അത് കഴിഞ്ഞിട്ട് നാട് വിട്ടുപോയി. മദീന എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നാട് വിട്ടുപോയി. ആ സമയത്ത് മൂസാ നബി നോക്കുമ്പോ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും കൂടെ വെള്ളം കോരാൻ വേണ്ടി തെള്ളുക. വെള്ളം കോരാൻ വേണ്ടി അടി നടക്കുക. പഞ്ചായത്ത് കിണറ്റിന്റെ മുന്നിൽ തിരക്ക്, പൈപ്പിന്റെ ചവിട്ടി തിരക്കില്ല. അപ്പൊ രണ്ട് പെൺകുട്ടികൾ മാറി നിൽക്കുന്നു. മൂസാ നബി ഇവരെ ഇങ്ങനെ നോക്കി, എന്താണ് ഇവര് മാറി നിൽക്കണം? നിങ്ങൾ പോണില്ലേ വെള്ളം കോരാ? ഞങ്ങൾക്ക് നാണാ, ഞങ്ങൾക്ക് ലജ്ജയായി. കണ്ട ആണുങ്ങളുടെ ഇടയിൽ പോയി കയറാൻ ഞങ്ങൾക്ക് ലജ്ജയാ. അപ്പൊ ചോദിച്ചു, വീട്ടിൽ ആണുങ്ങൾ ആരുമില്ല, ഒരു പ്രായമുള്ള വാപ്പായേ ഉള്ളൂ, രണ്ടുപേരും മാറി നിൽക്കാം. മൂസാ നബി പറഞ്ഞു, ഞാൻ വെള്ളം കോരിത്തരാം. വെള്ളം കോരി കൊടുത്തു പോയി. മൂസാ നബി അലൈഹി സ്വലാം എങ്ങനെ ഇരിക്കുമ്പോ കുറെ കഴിയുമ്പോ ഈ രണ്ട് പെണ്ണുങ്ങളും കൂടെ നടന്നു വരിക. നിങ്ങൾ കേൾക്കണം, രണ്ട് പെൺകുട്ടികൾ നടന്നു വന്നു. മൂസാ നബിയുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ വാപ്പ വിളിക്കുന്നു സമ്മാനം തരാൻ, ഞങ്ങളുടെ വാപ്പച്ചി വിളിക്കുന്നു, ഞങ്ങൾക്ക് വെള്ളം കോരി തന്നതിന് പ്രതിഫലം തരാൻ ഞങ്ങളുടെ വാപ്പ വിളിക്കുന്നു. ഈ മക്കൾ എന്തേ പറഞ്ഞെന്നറിയോ? മൂസാ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞു, നിങ്ങൾ മുന്നിൽ നടക്ക്, ഞാൻ പുറകെ വരാം. മൂസാ നബി അലൈഹി സ്വലാമിന് മദീന എന്ന് പറയുന്ന സ്ഥലം അറിയില്ല, വഴികൾ അറിയില്ല. സാധാരണ വഴി കാണിക്കുന്നവര് മുന്നിലല്ലേ പോണ്ടേ? മുന്നിലല്ലേ പോണ്ടേ? ഉള്ളത് പറ, എവിടെ പുറകിലാ പോണ്ടേ? എടാ, ഞാൻ ഈ നാട്ടിൽ വരുമ്പോ വഴി അറിയാത്തപ്പോ പുറകെ ഞാൻ ഫ്രണ്ടിൽ പോണം, ഒരാൾ പുറകിൽ വരും. അങ്ങനാണോ? അല്ലല്ലോ. വഴി പറയുന്ന ഫ്രണ്ടിലല്ലേ പോണ്ടേ? പക്ഷെ ആ രണ്ട് പെൺകുട്ടികൾ എന്തോ പറഞ്ഞു. മൂസാ നബിയോട് പറഞ്ഞു, നിങ്ങൾ മുന്നിൽ നടക്ക്, ഞങ്ങൾ പുറകിൽ നിന്ന് വഴി പറഞ്ഞു തരാം. അതാ പെണ്ണുങ്ങള്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മുടെ മക്കളാണെങ്കിൽ എന്ത് ചിന്തിക്കുക? എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു? പെൺകുട്ടികൾ മുന്നിൽ നടന്നു പോയാ, ആണ് പുറകെ നടന്നു പോയാലുള്ള രംഗം പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അതാ പെണ്ണുങ്ങൾ, ആ രണ്ട് പെൺകുട്ടികളും പുറകിൽ നിന്നിട്ട് മൂസാ നബിക്ക് വഴി പറഞ്ഞു കൊടുത്തു. അവസാനം അവരുടെ വീട്ടിൽ ചെന്നു. ആരായിരുന്നു അവരുടെ വാപ്പ? മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാം, പ്രവാചകനായ ശുഐബ് നബിയുടെ പെമ്മക്കളായിരുന്നു. അവരിൽ ഒരു മകളെ അള്ളാഹുവെ മൂസാ നബിക്ക് വിവാഹം കഴിച്ചു കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. ലജ്ജയുള്ളവളാകണം. ഇന്ന് ആർക്കാപ്പ ലജ്ജ? ഏത് പെണ്ണിനാ ലജ്ജ? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നല്ല നിലയിൽ വളർത്തണം, എന്നിട്ട് നല്ല പോലെ വിവാഹം കഴിച്ചു കൊടുക്കണം. എങ്കിൽ സ്വർഗം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആർക്കാണ് വിവാഹം കഴിച്ചു കൊടുക്കേണ്ടത്? എങ്ങനെയാ വളർത്തേണ്ടത്? ഒരു വാപ്പ ഒരു മകളെ വളർത്തേണ്ടത് എങ്ങനെയാണെന്ന് സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ചു തന്നു നമ്മുടെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ. ഇതിനേക്കാളും നിനക്ക് നമുക്ക് പഠിക്കാൻ എന്താ ഉള്ളേ? ഇവിടെ സ്വന്തം ഭാര്യ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഉമ്മ ഖദീജ ബീവി മരണപ്പെട്ടു പോയി. ഉമ്മയില്ലാതെ ഒരു മകളെ വളർത്തി കാണിച്ചു തന്നു വാപ്പ. അള്ളാഹുവിന്റെ പ്രവാചകനെ പടന്ന് കാണിച്ചു തന്നു ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ എങ്ങനെയാണ് തന്റെ പൊന്നാര മകളെ വളർത്തേണ്ടതെന്ന് കാണിച്ചു തന്നു. ആ മുത്തുനബി വളർത്തിയ മകൾ ആരെന്നറിയുവോ? ആ മുത്തുനബി വളർത്തിയ ഫാത്തിമയാണ് സ്വർഗത്തിലെ പെണ്ണുങ്ങളുടെ മുന്നിൽ
നിൽക്കുന്നത്. ആ ഫാത്തിമയുടെ ചരിത്രം പഠിച്ചു നോക്കൂ. ആ ഫാത്തിമ ബീവിയെ മുത്തുനബി എങ്ങനെയാണ് വളർത്തിയത്, ആ ചരിത്രം പഠിച്ചാ പിന്നെ ഒരു പെണ്ണും പിഴച്ചു പോകൂല. ആ ചരിത്രമറിയ ചരിത്രം പറയുന്നത് പോലെ മക്കളെ വളർത്തുന്ന ഉമ്മ, നിന്റെ പൊന്നാര മകള് ഒരാളുടെ കൂടെയും ഒളിച്ചോടി പോകില്ല. എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ ഫാത്തിമയെ വളർത്തുകയാണ്. വളർത്തേണ്ട രീതിയിൽ വളർത്തി, പഠിപ്പിക്കേണ്ടതെല്ലാം പഠിപ്പിച്ചു കൊടുത്തു. അവസാനം അള്ളാഹുവിന്റെ പ്രവാചകൻ തന്റെ പൊന്നുമകൾക്ക് 18 വയസ്സായി. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് വിവാഹപ്രായമായി. അള്ളാഹുവിന്റെ റസൂൽ വിവാഹത്തിന്റെ ആലോചനകൾ തുടങ്ങി. ഒരുപാട് പണക്കാര് വന്നു, ഒരുപാട് സ്വഹാബികൾ വന്നു. മുത്തുനബിയുടെ വീട്ടിൽ വന്നിട്ട് ഫാത്തിമയെ വിവാഹം കഴിച്ചു തരാ ചോദിച്ചു. ഒരാൾക്കും അള്ളാന്റെ റസൂൽ വിവാഹം കഴിച്ചു കൊടുത്തില്ല. പിന്നെ ആർക്കാ കൊടുത്തതെന്നറിയുമോ? മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. ആരുടെയെങ്കിലും കയ്യിൽ പിടിച്ചു കൊടുത്താ സ്വർഗ്ഗം കിട്ടൂല. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് തുന്നഹുൽ മർഅതു ലിഅർബഈൻ. മുത്തുനബി അവിടുന്ന് 4 കാര്യങ്ങൾ പറഞ്ഞു തന്നു. തന്റെ പൊന്നാര മക്കളെ വിവാഹം കഴിച്ചു വിടുമ്പോ ഒരു വാപ്പ ചിന്തിക്കേണ്ട 4 കാര്യമുണ്ട്. 1 സമ്പത്ത് നോക്കണേ, 2 സൗന്ദര്യം നോക്കണേ, 3 കുടുംബ മഹിമ നോക്കണേ, 4 നിങ്ങൾ ദീന് നോക്കണേ. ഈ 4 കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കേണ്ടത് ദീനിനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പെമ്മക്കളെ വെട്ടിച്ചു കൊടുക്കുമ്പോ ഏതെങ്കിലും ഒരു പണക്കാരന്റെ കൈ പിടിച്ചു കൊടുക്കാനല്ല പറഞ്ഞത്. കൊടുക്കുന്ന സമയത്ത് നോക്കണം, 4 കാര്യങ്ങൾ നോക്കണം. അതാണ് ദീൻ പറഞ്ഞത്. സൗന്ദര്യം നോക്കണം, പണം നോക്കണം, കുടുംബ മഹിമ നോക്കണം, ദീനും നോക്കണം. ഈ 4 കാര്യങ്ങൾ നോക്കിയിട്ട് വേണം മക്കളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇത് 4 നോക്കണ ആരാ ഉള്ളേ? ഇത് 4 നോക്കണ ആരാ ഉള്ളേ? എടാ, പട്ടച്ചാരായ മടിക്കുന്നവനാണെങ്കിലും പണം ഉണ്ടെങ്കിൽ കെട്ടിച്ചു കൊടുക്കും. അവ എങ്ങനെ ഇവിടെ നടക്കട്ടെടാ, ഇന്ന് 60 അടിക്കുന്നവനേ കൊടുക്കൂ. അതാണല്ലോ കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രി 4-ാം കാലി കയറി വരുമ്പോ മണവാട്ടി ചോദിക്കുക, എന്തേക്കാ കാലാടുന്നേ? കൂട്ടുകാരെല്ലാരും കൂടെ നിർബന്ധിച്ചപ്പോ ഒരു ഇത്തിരി കഴിച്ചു. ഓള് പറയും, കുഴപ്പമില്ല, ഇനി കഴിക്കില്ലട്ടാ ഇതന്നെ. എന്നാ അത് തെറ്റാണെന്നല്ല പറയാ. എന്റെ പ്രിയപ്പെട്ടവർ, ഇത്തിരി അടിക്കുന്നവനേ കെട്ടിച്ചു കൊടുക്കൂ. എല്ലാം ഇങ്ങനെ അവിടെ ഇവിടെയും ശമ്പുവും വെച്ചിട്ട് കുറെ എണ്ണത്തിന്റെ ഒക്കെ മുടി കണ്ട എന്നാ മോഡലെന്നറിയോ? പെണ്ണ് കാണാൻ വരുമ്പോഴുള്ള മോഡല്. എടാ, വീട്ടിൽ പെണ്ണെങ്കിലും ഒരു വാപ്പാമാരോട് പറയുക, ഈ വീട്ടിൽ പെണ്ണ് കാണാൻ വരുന്നവനെ പിടിച്ചിരുത്തിയിട്ട് യാസീനൊന്ന് ഓദിപ്പിക്കണം. അപ്പൊ അറിയാം കെട്ടുവോ ഇല്ലയോ എന്ന്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് യാസീൻ ഉണ്ടല്ലോ, ഒരു മുബീൻ ഓതറാന്ന്. അവൻ ചോദിക്കും, മുബീൻ അതെന്താ സാധനം നയിക്കും ചില ചെറുപ്പക്കാർ. അങ്ങനെയൊക്കെ ഒന്ന് ചെയ്യിപ്പിക്കണം സഹോദര. ദീനുള്ളവർക്ക് വേണമെങ്കിൽ. അല്ല, പണം ആർക്ക് വേണോടെ ചങ്ങാതി? പണം നോക്കിയിട്ട് ഒരിക്കലും പെണ്ണ് കെട്ടുകയും ചെയ്യരുത്, കണ്ടിച്ചു കൊടുക്കുകയും ചെയ്യരുത്. മൻ തസവ്വജ ലിംറഅത്തി മാലിഹ, ഏതെങ്കിലും ഒരു മനുഷ്യൻ പണം നോക്കിയിട്ട് വിവാഹം കഴിച്ചാൽ അള്ളാഹു അവനെ ദാരിദ്ര്യനാക്കും, അവനെ ദരിദ്രനാക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു ദാരിദ്ര്യം കൊടുക്കും. ഇന്നത്തെ ചെറുപ്പക്കാര് പുതിയ തന്ത്രം എന്തെന്നറിയോ? ശരീരം അനങ്ങാതെ പണക്കാരനാകണം. അതിനുള്ള ഏക വഴി പണക്കാരന്റെ മകളെ വളയ്ക്കണം. അതന്നെ. ശരീരം അനങ്ങാതെ പണം ഉണ്ടാക്കാനുള്ള ഏക വഴി കാടം പേടിച്ചിട്ടാണെങ്കിൽ ഒരു പണക്കാരന്റെ മകളെ വളയ്ക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം മുഴുവനും തിന്നാം. പുതിയ ട്രെൻഡ് അങ്ങനെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ പറയുന്നത്, പണം നോക്കിയിട്ട് പെണ്ണ് കെട്ടിയ യത്തീംഖാനയിലാകും. അള്ളാഹു കാക്കുമാറാകട്ടെ. 2 സൗന്ദര്യം. 2 സൗന്ദര്യം. ഏറ്റവും കൂടുതൽ സൗന്ദര്യം ഉള്ളതിനെയാണ് നോക്കണത്. ഞാൻ എപ്പോഴും എൻ്റെ വഴുതി പറയാറുണ്ട്, പണ്ടൊക്കെ ഇങ്ങോട്ട് നോക്ക്, പണ്ടൊക്കെ വിവാഹം കഴിക്കാൻ പെണ്ണ് കാണാൻ പോകും. അങ്ങനെ ചടങ്ങില്ലേ? അപ്പൊ അല്ലാ അർച്ചനെ അതാ പെണ്ണ് കാണാൻ പോകുന്നൊരു ചടങ്ങില്ലേ? പെണ്ണ് കാണാൻ പോകുമ്പോ ആരൊക്കെയാ പോണേ? പണ്ട് വീട്ടിലെ പ്രായമുള്ള ആരെങ്കിലും കൊണ്ടുപോകും പെണ്ണ് കാണാൻ പോകുമ്പോൾ. വീട്ടില് വാപ്പയെ കൊണ്ടുപോയില്ലെങ്കിലും വീട്ടിലെ കാരണവന്മാരായ അല്ലെങ്കിൽ ആരെയെങ്കിലും കുടുംബക്കാരെയുമായിട്ടാ പെണ്ണ് കാണാൻ പോകാം. ഇന്ന് ചെറുപ്പക്കാരെ പോകുമ്പോൾ വീട്ടിൽ ഇതാരെയും കൊണ്ടുപോകത്തില്ല. 2 മലക്കുകളെ കൊണ്ടുപോകും. 2 കൂട്ടുകാരുമായിട്ടാ പെണ്ണ് കാണാൻ പോകുന്നേ. അവിടെ പോയി പെണ്ണിന്റെ വീട്ടിൽ പോയി വാ മക്കളെ വിളിച്ച് കയറ്റിയൊക്കെ ഇരുത്തി നല്ല നാരങ്ങ വെള്ളമൊക്കെ അല്ലെങ്കിൽ നല്ല ചായയൊക്കെ കൊണ്ടുവന്ന് കല്യാണ പെണ്ണ് കൊണ്ടുവന്ന് ഇങ്ങനെ പുതിയാപ്പളയുടെ മുന്നിലേക്ക് നീട്ടും. അവനിങ്ങനെ ചായപാത്രത്തിൽ നോക്കിയിട്ട് ഓളം മുഖത്തൊന്ന് നോക്കും, എന്നിട്ട് അടുത്തിരിക്കുന്നവന്റെ മുഖത്തൊന്ന് നോക്കും.
എന്താണെന്നറിയോ? അടുത്തിരിക്കുന്നവന്റെ മുഖത്ത് നോക്കുന്നത് അളിയ കൊള്ളാവോടാന്ന് ചോദിക്കും. അവനൊരു സ്കാനിങ് ഉണ്ട്, MRI സ്കാനിങ്, ഒരൊറ്റ സ്കാനിങ്ങാ. ഈ രണ്ട് മലക്കുകൾ അടുത്തിരുന്നിട്ട് ഒരു സ്കാനിങ്ങാ. കൊള്ളാളിയെ കെട്ടിക്കോ, എങ്കിൽ സമ്മതിക്കും. ഇതാ ഇന്നത്തെ അവസ്ഥ. അള്ളാഹു കാക്കുമാറാകട്ടെ. ഓൻ ഇഷ്ടപ്പെട്ടോന്നല്ല നോക്കണേ, ഓൻ ഇഷ്ടപ്പെട്ടോന്നല്ല നോക്കുന്നത്. കണ്ട കൂടെ വരുന്നവൻ കൊള്ളാമെന്ന് പറഞ്ഞ കിട്ടുന്ന കാലം വേണ്ടടാ മക്കളെ. മഹാനായ നബിയനാ റസൂലുള്ളാഹി സല്ലല്ലാഹു. മോനെ, ലോകത്തിന്റെ നേതാവിന്റെ വീടിന്റെ മുന്നിൽ പണക്കാരന്മാര് വന്നിട്ട് ചോദിച്ച് നബിയെ കെട്ടിച്ചേരോ? ഇല്ല. ആർക്കാ കെട്ടിച്ചു കൊടുത്തത്? മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു. ആരാണ് അലിയാർ തങ്ങൾ എന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അലിയാർ തങ്ങളോട് ചോദിച്ചു, അലിയേ, എന്റെ ഫാത്തിമാനെ വിവാഹം കഴിക്കാൻ സമ്മതമാണോ? അല്ലാഹുവേ, അലിയാർ തങ്ങൾ 10ാമത്തെ വയസ്സിൽ മുത്തുനബിയുടെ കൂടെ കൂടിയ അലിയാർ തങ്ങൾ മുത്തുനബി വാപ്പയെ പോലെ തന്നെയാണ് അലിയാർ തങ്ങൾക്ക്. അല്ലാഹുവിന്റെ പ്രവാചകൻ അലിയാർ തങ്ങളോട് 21ാമത്തെ വയസ്സിൽ അവിടെ നിന്ന് ചോദിച്ചു, അലിയെ, ഫാത്തിമാനെ നീ വിവാഹം കഴിക്കുമോ? അലിയാർ തങ്ങൾക്ക് ഫാത്തിമയെ വല്ലാത്ത ഇഷ്ടമായിരുന്നു, ഫാത്തിമാനോട് വല്ലാത്ത സ്നേഹമായിരുന്നു. മുത്തുനബി ചോദിച്ച് വിവാഹം കഴിക്കുമോ? അല്ലാഹുവേ, അലിയാർ തങ്ങളെ തലകുണിക്കി. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അലിയേ, അല്ല ഇന്ദക ശൈഉൻ, മഹ്ർ കൊടുക്കാൻ നിന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ അലിയേ? മഹ്ർ കൊടുക്കാൻ എന്തെങ്കിലും നിന്റെ കയ്യിലുണ്ടോ അലിയേ? അലിയാർ തങ്ങൾ പറയുന്നു, യാ റസൂലല്ലാഹ്, മാ ഇന്ദി ശൈഉൻ, എന്റെ കയ്യിൽ ഒന്നുമില്ല നബിയേ. മഹ്ർ വാങ്ങാൻ പോലും 5 നയാ പൈസ എന്റെ കയ്യിലില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിച്ചു, അലിയേ, നിനക്ക് ഞാനൊരു പടയങ്കി വാങ്ങി തന്നല്ലോ, അത് നിന്റെ കയ്യിലുണ്ടല്ലോ, അതുകൊണ്ട് പോയി വിറ്റാൽ എന്തായാലും എന്ത് കിട്ടും അലിയേ? അലിയാർ തങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, എന്റെ കയ്യിലിരിക്കുന്ന പടയങ്കി കൊണ്ടുപോയി വിറ്റാ 400 ദിർഹം കിട്ടും നബിയേ. അള്ളാന്റെ റസൂല് പറഞ്ഞു, കൊണ്ടുപോയി വിൽക്കാൻ. അലിയാർ തങ്ങൾ പടയങ്കിയുമായി മാർക്കറ്റിൽ പോയി, പടച്ചവനെ ചന്തയിൽ പോയി. അലിയാർ തങ്ങൾ അത് വിൽക്കാൻ ഇങ്ങനെ കാത്തു നിൽക്കുമ്പോ അതാ വരുന്നു മഹാനായ സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു. മുത്തുനബിയുടെ ആദ്യത്തെ മരുമോനാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമകളെ വിവാഹം കഴിച്ച പുതിയ പളയാണ് ഉസ്മാൻ തങ്ങൾ. അലിയെ വിളിച്ചിട്ട് ചോദിച്ചു, എന്തേ അലിയെ ഇവിടെ നിൽക്കുന്നത്? ഫാത്തിമായ്ക്ക് മഹ്ർ കൊടുക്കാൻ പൈസയില്ല, പടയങ്കി വിൽക്കാൻ വന്നതാണ്. അലിയാർ തങ്ങളുടെ കയ്യിൽ നിന്ന് പടയങ്കി വാങ്ങി 400 ദിർഹം കയ്യിൽ വെച്ച് കൊടുത്തു. എന്നിട്ട് ഉസ്മാൻ തങ്ങൾ പറഞ്ഞു, അലിയെ, എനിക്കെന്തിനാ പടയങ്കി? ഇത് നീ തന്നെ വെച്ചോ. രണ്ടും കയ്യിൽ തന്നെ വെച്ച് കൊടുത്തു. മഹാനായ അലിയാർ തങ്ങൾ വീട്ടിലേക്ക് കടന്നു വന്നു. അള്ളാന്റെ റസൂലിന്റെ കയ്യിലേക്ക് 400 ദിർഹം കൊണ്ട് വെച്ചു കൊടുത്തു. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, അലിയേ, വലീമ കൊടുക്കാനുണ്ടല്ലോ, വലീമ കൊടുക്കണമല്ലോ അലിയേ, വലീമ കൊടുക്കണമല്ലോ അലിയേ. അലിയാർ തങ്ങളോട് അള്ളാന്റെ റസൂല് പറയുമ്പോ സഅദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഒരാടിനെ ഞാൻ തരാ നബിയേ. എന്റെ വീട്ടിൽ ഒരാടുണ്ട് നബിയേ. ചില സഹാബത്ത് പറഞ്ഞു, ഗോതമ്പ് മാവ് എന്റെ വീട്ടിലുണ്ട് നബിയേ. ഞങ്ങളെ തരാമെന്ന് പറഞ്ഞു ഒരാടിനെയും കിട്ടി, കുറച്ച് ഗോതമ്പ് മാവും കിട്ടി. അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പൊന്നാര മകൾ അലിയാർ തങ്ങളുടെ കയ്യിലേക്ക് പിടിച്ചു കൊടുത്തു. എന്റെ പ്രിയമുള്ള സഹോദരാ, അല്ലാഹുവിന്റെ പ്രവാചകന് തന്റെ പൊന്നാര മകൾ അലിയാർ തങ്ങളുടെ കയ്യിലേക്ക് പിടിച്ചു കൊടുത്തു. അലിയാർ തങ്ങൾക്ക് സ്വന്തമായിട്ട് വീടില്ലായിരുന്നു. പ്രവാചകൻ അവിടെ നിന്ന് ഒരു റൂം പണിത് കൊടുത്തു. ഒരു റൂമാണ് വെച്ചു കൊടുത്തത്. ആ റൂമിന്റെ അടിയിൽ പടച്ചവനെ ചരൽ കല്ലുകളായിരുന്നു, ഗ്രാനൈറ്റുകളൊന്നുമില്ല. അല്ലാഹുവേ, കല്ലുകൾ മാത്രം. അതാ അലിയാർ തങ്ങൾ പറയുന്നുണ്ട്, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ, കേക്കുവാപ്പമാരെ, എന്റെ ഉപ്പമാരോട് പറയുകയാണ്, വിവാഹം കഴിച്ചു വിടുന്നതിന് മുമ്പ് പൊന്മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ചരിത്രമാണ്. ഈ ലോകത്തിന്റെ നേതാവ് തന്റെ പ്രിയപ്പെട്ട പൊന്നാര മകള് അലിയാർ തങ്ങളുടെ കയ്യിലേക്ക് പിടിച്ചു കൊടുത്തു. അലിയാർ തങ്ങളുടെ സമ്പാദ്യം എന്തെന്നറിയുമോ? അല്ലാഹ്, അലിയാർ
അലിയാര് തങ്ങൾ പറയുകയാ, എന്റെ വീടിന്റെ അകത്ത് ഒരു ആടിന്റെ തോലായിരുന്നു ഉണ്ടായിരുന്നത്. ഒരാടിന്റെ തോല് മാത്രമേ അലിയാര് തങ്ങളുടെ കയ്യിലുള്ളൂ. അല്ലാ, രാത്രിയായാൽ ആടിന്റെ തോലെടുത്ത് തറയിൽ ഇങ്ങനെ വിരിക്കുകയാ. കേക്കടാ ചെറുപ്പക്കാരാ, എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, സ്വർഗത്തിന്റെ റാണിയുടെ മണിയറയാണ് പറയുന്നത്. സ്വർഗത്തിന്റെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നാര മകളായ ഫാത്തിമയുടെ മണിയറയാണ് പറയുന്നത്. പടച്ചവനെ, ഒരാടിന്റെ തോല് അത് രാത്രിയാകുമ്പോ വിരിച്ചിടണം. ഫാത്തിമയും അലിയാര് തങ്ങളും അതിന്റെ മുകളിൽ കിടന്ന് ഉറങ്ങണം. രാവിലെയായാൽ ആടിന്റെ തോലെടുത്ത് അലിയാര് തങ്ങൾക്കൊരു ഒട്ടകമുണ്ടായിരുന്നു. ആ ഒട്ടകത്തിന് തീറ്റിയിട്ട് കൊടുക്കുന്നത് ആ വിരിപ്പിന്റെ മുകളിലാ. അലിയാര് തങ്ങളുടെ വീട്ടിലെ ഒട്ടകത്തിന് ഭക്ഷണം കൊടുക്കുന്നത് അലിയാര് തങ്ങളും ഫാത്തിമാ ബീവിയും രാത്രി കിടക്കുന്ന വിരിപ്പിന്റെ മുകളില് ആടിന്റെ തോലിന്റെ മുകളിലായിരുന്നു ഒട്ടകത്തിന് പോലും ഭക്ഷണം ഇട്ട് കൊടുക്കുന്നത് എന്ന് അലിയാര് തങ്ങൾ പറയുമ്പോ, സഹോദര, അവരുടെ ജീവിതം അങ്ങനെയായിരുന്നു. അവരുടെ ജീവിതം മനോഹരമായിരുന്നു. വാപ്പ തന്റെ പൊന്നാര മകളെ വളർത്തേണ്ട രീതിയിൽ വളർത്തിയപ്പോ വിവാഹം കഴിഞ്ഞ് രണ്ടുപേരും കൂടെ മണിയറയ്ക്കകത്തേക്ക് കടന്നു വരുമ്പോ ഫാത്തിമാ ബീവി റളിയല്ലാഹു തആല മണിയറയ്ക്കകത്ത് കയറി. അലിയാര് ഞങ്ങൾക്ക് സന്തോഷമായി അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോളെ ഭാര്യയായിട്ട് കിട്ടിയല്ലോ. രണ്ടുപേരും മണിയറയ്ക്കകത്ത് കയറി. വീടിന്റെ വാതിലടച്ചു. അല്ലാഹുവേ, വീടിന്റെ അകത്ത് കത്തിച്ചു വെച്ചിരുന്ന വിളക്കിന്റെ വെളിച്ചമങ്ങ് താഴ്ത്തി. അതാ വീടിന്റെ അകത്ത് വല്ലാത്ത ഇരുള് വന്നു. മണിയറയ്ക്കകത്ത് വല്ലാത്ത ഇരുള് വന്നു. അലിയാര് തങ്ങള് അതാ മണിയറയാണല്ലോ, അതാ തന്റെ ജീവിതത്തിൽ ആദിരാത്രിയാണല്ലോ. അലിയാര് തങ്ങള് സന്തോഷവാനായി മണിയറയ്ക്കകത്തേക്ക് കടന്നു ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, മണിയറയ്ക്കകത്തൊരു തേങ്ങല് കേൾക്കുകയാ, മണിയറയ്ക്കകത്തൊരു കരച്ചല് കേൾക്കുകയാ. അലിയാര് തങ്ങൾ ചിന്തിച്ചു, ആരാ തമ്പുരാനെ കരയുന്നത്? വസമിഅനാ സൗതൻ ഹനീനാ. അതാ തേങ്ങല് കേൾക്കുന്ന ഭാഗത്തേക്ക് കടന്നു കൊള്ളുമ്പോ മണിയറയ്ക്കകത്തിരുന്ന് കരയുന്നതാരെന്നറിയോ? പുതുമണവാട്ടിയിരുന്ന് കരയുകയാ. അലിയാര് തങ്ങളുടെ മണിയറയ്ക്കകത്തിരുന്നു ഫാത്തിമാ ബീവി റളിയല്ലാഹു തആല കരയുകയാണ്. അലിയാര് തങ്ങൾ ചോദിച്ചു, ഫാത്തിമ, എന്തിനാ നീ കരയുന്നത്? എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ? ഞാൻ പാവപ്പെട്ടവനായത് കൊണ്ടാണോ നീ ഇരുന്ന് കരയുന്നതെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോളോട് ഫാത്തിമാ ബീവി റളിയല്ലാഹു തആല ചോദിക്കുമ്പോ, അല്ലാഹുവേ, ഫാത്തിമ പറഞ്ഞു, അലിയേ, ഞാൻ കരയുന്നത് എന്തിനെന്നറിയുവോ? ഈ മണിയറയ്ക്കകത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കങ്ങ് പെട്ടെന്ന് അണച്ചപ്പോ ഇതിനകത്ത് വല്ലാത്ത ഇരുള് വന്നല്ലോ, ഇതിനകത്ത് വല്ലാത്ത ഇരുട്ട് വന്നല്ലോ. ഈ ഇരുട്ട് കണ്ടപ്പോ എനിക്ക് ഖബറ് ഓർമ്മ വന്നു അലിയേ. വിവാഹത്തിന്റെ ഒന്നാമത്തെ രാത്രി അടിച്ചു പൊളിക്കാൻ മണിയറയിലേക്ക് കടന്നു വന്ന ആദ്യരാത്രിയിൽ ഒരു ഭാര്യ ഭർത്താവിനോട് പറയുകയാ, ഈ റൂമിലെ ഇരുട്ട് കണ്ടപ്പോ എനിക്ക് ഖബർ ഓർമ്മ വന്നു, ഖബറിന്റെ ഇരുൾ ഓർമ്മ വന്നു, ഖബറിന്റെ ഞെരുക്കം ഓർമ്മ വന്നു. അലിയേ, മണിയറ ഇവിടെയല്ല അലിയേ. വിവാഹത്തിന്റെ ഒന്നാമത്തെ രാത്രിയല്ല മണിയറ, ഇവിടെയല്ല മണിയറ ഒരുക്കേണ്ടത്, ഇവിടെയല്ല മണിയറ ഒരുക്കേണ്ടത്. എവിടെയാണ് മണിയറ എന്നറിയുവോടാ ചെറുപ്പക്കാരാ? അതിരാത്രി സ്വപ്നം കണ്ട് നടക്കുന്ന യുവത്വേ, ഒരുക്കേണ്ടത് ഇവിടെയല്ലടാ പൊന്നുമോനെ. വിവാഹത്തിന്റെ ഒന്നാമത്തെ രാത്രി അല്ലാഹുവിന്റെ റസൂൽ എന്ന വാപ്പ വളർത്തിയ ഉമ്മയില്ലാത്ത ഫാത്തിമ എന്ന പൊന്നുമോള് അതാ ഭർത്താവിനോട് പറഞ്ഞു, അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ.
അലിയേ മണിയറ പള്ളിപ്പറമ്പിലാ, അലിയേ മണിയറ പള്ളിപ്പറമ്പിലാ കൊണ്ടുപോയി കബറടക്കുന്ന ഒന്നാമത്തെ ദിവസമുണ്ടല്ലോ, അവിടെയാണ് മണിയറ ഒരുക്കേണ്ടത്, അവിടെയാണ് മണിയറ ഒരുക്കേണ്ടത്. അവിടെയാണ് മലക്കുകൾ വന്ന് പറയുന്നത് പുതിയ പള കടന്നിറങ്ങുന്നത് പോലെ കബറിന്റെ അകത്ത് കിടന്നുറങ്ങിക്കോ. പുതിയ പളയുടെ കണ്ണ് നിറഞ്ഞുപോയി. അലിയാരിതങ്ങൾ കരയുകയാ, അലിയാരിതങ്ങൾ കരയുകയാ. പടച്ചവരെ, എന്നിട്ട് പുതിയ പളയോട് പുതുമണവാട്ടി പറയുകയാ, ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് നിസ്കരിക്കാം. മണ്ണറ മണിയറയാകാൻ, മണ്ണറ മണിയറയാകാ, നമുക്കിരുന്ന് നിസ്കരിക്കാം അലിയേ, നമുക്ക് ഒരുമിച്ച് ദുആ ചെയ്യാം അലിയേ, നമുക്ക് അല്ലാഹുവോട് നമുക്ക് ഖുർആൻ ഓതാം അലിയേ. എടാ, വിവാഹത്തിന്റെ ഒന്നാമത്തെ ആദിരാത്രി അല്ലാഹുവേ നിസ്കരിച്ചു ഖുർആൻ ഓതി ദുആ ചെയ്തെന്ന് ചരിത്രം പറയുമ്പോ അതാണടാ ഒരു ഉമ്മ വളർത്തിയ ദീൻ വളർത്തി അല്ലാഹുവിന്റെ റസൂൽ വളർത്തിയ പൊന്നുമകളുടെ ജീവിതം. അതാ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ ഫാത്തിമയെ കാണാൻ പോയി. ഫാത്തിമ ബീബി വീടിന്റെ അകത്തിരുന്ന് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഫാത്തിമ എന്തിനാ മോളെ കരയുന്നത്, എന്തിനാ മോളെ കരയുന്നത്? വാപ്പാ, ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസങ്ങളായി വാപ്പാ. ഫാത്തിമ എന്ന പൊന്നുമോള് വാപ്പയോട് പറയുകയാ, ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായി വാപ്പാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയുമോ? വലി അബീക അർബഉ, നിന്റെ വാപ്പ ഭക്ഷണം കഴിച്ചിട്ട് 4 ദിവസമായി മോളെ. നീ 3 ദിവസമല്ലേ ആയുള്ളൂ, വാപ്പ 4 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്. ഫാത്തിമ ബീവി ഓടി വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ കെട്ടിപ്പിടിക്കുകയാ. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, മുത്തുനബി വഫാത്തിന്റെ വേളയിൽ കിടക്കുമ്പോ, മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഫാത്തിമ എന്ന പൊന്നുമോട് വാപ്പയെ കാണാൻ വന്നു. തന്റെ കരളിന്റെ കഷ്ടമാണല്ലോ. മുത്തുനബിയുടെ വീടിന്റെ അകത്തേക്ക് ഫാത്തിമ നിലവിളിച്ചുകൊണ്ടാണ് ഓടി വന്നത്. വാപ്പയുടെ അവസ്ഥ കണ്ടപ്പോ പൊട്ടിക്കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂല് ഫാത്തിമാനെ അടുത്ത് വിളിച്ചു, ഫാത്തിമാനെ അടുത്ത് വിളിച്ചു, ചെവിയിൽ പറഞ്ഞു, മോളെ വാപ്പാടെ മരണമെടുത്തു, വാപ്പാടെ മരണമെടുത്തു. എല്ലാ റമളാനിലും ഞാൻ ഒരു വട്ടം ഖുർആൻ മുഴുവനും ജിബ്രീലിനെ ഓതി കേൾപ്പിക്കാറുണ്ട്. ഈ പ്രാവശ്യം 2 പ്രാവശ്യം ഓതി കേൾപ്പിച്ചു. എന്റെ മരണമെടുത്തതിന്റെ അടയാളമാണ് ഫാത്തിമ. മുത്തുനബി പറയുമ്പോ ഫാത്തിമ പൊട്ടിക്കരഞ്ഞു. ഫാത്തിമ വല്ലാതെ കരഞ്ഞു. മുത്തുനബി തന്റെ പൊന്നുമോള് കരയുന്നത് കണ്ടപ്പോ രണ്ടാമതും അടുത്ത് വിളിച്ചു, വാ മോളെ ഫാത്തിമ. എന്നിട്ട് വാപ്പ പറഞ്ഞു കൊടുത്ത്, എന്റെ പൊന്നുമകള് കരയണ്ട, വാപ്പാടെ തൊട്ടു പുറകിൽ നീയുമുണ്ട് മോളെ. എന്റെ കുടുംബത്തിൽ നിന്ന് ആദ്യം മരിക്കുന്നത് നീയാണ് ഫാത്തിമ. അല്ലാഹുവേ, മരിക്കുന്നതിന് മുമ്പ് വാപ്പ പറഞ്ഞു കൊടുത്തു, അടുത്തത് നീയാണെന്ന്. കേട്ട ഉടനെ ചിരിച്ചടാ ചെറുപ്പക്കാരാ, നീയാണ് അടുത്തതായി മരിക്കുന്നതെന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുമ്പോ, എന്റെ വാപ്പയില്ലാത്ത ലോകം എനിക്കിനി വേണ്ട, എന്റെ വാപ്പയില്ലാത്ത ലോകം എനിക്ക് വേണ്ട. മരിക്കുമെന്ന് വാപ്പ പറഞ്ഞപ്പോഴും മകള് ചിരിച്ചടാ പൊന്നുമോനെ. ആ ഫാത്തിമ ബീവി ഉണ്ടല്ലോ, മരിക്കുന്നതിന്റെ തലേ ദിവസം വാപ്പ എങ്ങനാ വഫാത്തായത്? ഭാര്യയുടെ മടിയിൽ കിടന്നിട്ട്, ആയിഷ എന്ന തന്റെ പ്രിയപ്പെട്ട 16 വയസ്സുള്ള ഭാര്യയുടെ മടിത്തട്ടിൽ കിടന്നിട്ട് വാപ്പ പോയി. ആ വാപ്പയുടെ മകളുണ്ടല്ലോ, മരിക്കുന്നതിന്റെ അന്ന് അലിയാർ തങ്ങളുടെ മടിയിൽ തലവെച്ചു, തന്റെ ഭർത്താവിന്റെ മടിയിൽ തലവെച്ചു. എന്നിട്ട് പറഞ്ഞു, അലിയേ, ഞാൻ മരിച്ചാൽ എന്നെ പകല് കൊണ്ടുപോയി കബറടക്കരുത്, എന്നെ പകല് കൊണ്ടുപോയി കബറടക്കരുത്, എന്നെ രാത്രിയിലെ കബറടക്കാവൂ. അലിയാര് തങ്ങൾ ചോദിച്ചു, എന്തേ ഫാത്തിമ? അലിയേ, എന്റെ ശരീരം നിങ്ങളല്ലാതെ മറ്റാരും ഇന്ന് വരെ കണ്ടിട്ടില്ല. അല്ലാഹുവേ,
എന്റെ മയ്യത്ത് പൊതിയുന്നത് അന്യപുരുഷന്മാരാണ്, എന്റെ മയ്യത്ത് ചുമക്കുന്നത് അന്യപുരുഷന്മാരാണ്, എന്റെ മയ്യത്ത് ഖബറിൽ ഇറക്കി വെക്കുന്നത് അന്യപുരുഷന്മാരാണ്. അത് പകലായ അവരന്റെ ശരീരത്തിന്റെ വടിവ് കാണുമല്ലോ അലിയേ. അതുകൊണ്ട് രാത്രിയിലെ എന്നെ കബറടക്കാവൂ. മരിക്കുന്നതിന് മുമ്പ് ഭർത്താവിനോട് വസിയ്യത്ത് ചെയ്തു. സഹോദരാ, ഇതാടാ വാപ്പ വളർത്തിയ മക്കളോ. അള്ളാഹുവിന്റെ ദീൻ പറയുന്ന രീതിയിൽ മക്കളെ വളർത്തിയ, ഇതുപോലെ മക്കളെ വളർത്തിയിട്ട് ഇതുപോലെ മക്കളെ നല്ല രീതിയിൽ വളർത്തി ഒരു നല്ല മനുഷ്യന്റെ കയ്യിൽ പിടിച്ചു കൊടുത്ത അല്ലാഹു നിങ്ങൾക്ക് സ്വർഗം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, മഹാനായ അനസ് തങ്ങൾ പറയുകയാണ്, നാളെ പ്രവാചകന്റെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന രണ്ടാമത്തെ വിഭാഗം മാതാപിതാക്കളാണ്. എങ്ങനെയുള്ള മാതാപിതാക്കളെന്നറിയുമോ? രണ്ട് പെൺമക്കളെ അള്ളാന്റെ ദീൻ പറയുന്നത് പോലെ വളർത്തി, അള്ളാഹുവിന്റെ ദീൻ പറയുന്നത് പോലെ രണ്ട് പെൺമക്കളെ വിവാഹം കഴിച്ചു വിട്ടാൽ ആ വാപ്പയും ഉമ്മയും അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ചാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അല്ലാഹുവേ പടച്ചവനെ, പെൺമക്കളെ വിവാഹം കഴിച്ചു വിട്ട വാപ്പമാർ അവർക്ക് ഈ പ്രതിഫലം കൊടുക്കണേ അല്ലാ, അവർക്ക് ഈ പ്രതിഫലം കൊടുക്കണേ അല്ലാ. പടച്ചവനെ, പെൺകുഞ്ഞിനെ കാത്തിരിക്കുന്ന, പെൺകുഞ്ഞുങ്ങളെ കിട്ടാതെ ചെയ്യുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് തമ്പുരാനേ. കരുണക്കടലായ അല്ലാ, ഞങ്ങൾക്ക് നല്ല പെൺമക്കളെ തരണേ അല്ലാ. ഞങ്ങളുടെ വീടിന്റെ വിളക്കായ, ഞങ്ങളുടെ വീടിന്റെ അനുഗ്രഹമായ പെൺമക്കളെ ഞങ്ങൾക്കും നൽകണേ അല്ലാ. ഈ സദസ് അതിനൊരു സബബാക്കണേ അല്ലാ. അല്ലാഹു നമുക്ക് പെൺമക്കളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.